ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. ഇന്നൊരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ? ഇത് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇറാഷാണെങ്കിലോ ഉറങ്ങി എണീറ്റ് നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആളുടെ കൂടെ കുറച്ച് നേരം ഞാനും കളിക്കാണ് കേട്ടോ. ആളുടെ എല്ലാ ടോയ്സും നിലത്തിട്ട് ഇങ്ങനെ കളിച്ചില്ലെങ്കിലും അത് നിലത്ത് വേണം, അത് ആൾക്ക് നിർബന്ധമാണ്. സോ ഇറാഷ് മൊത്തം ടോയ്സും നിലത്തിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇത് പിറക്കി വെക്കാനുണ്ടല്ലോ, എൻ്റെ റബ്ബേ, അത്രയ്ക്ക് പണിയായിരിക്കും. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ പുറത്ത് ജസ്റ്റ് വാക്കിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഈവനിങ് ജസ്റ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക സ്നാക്സ് ആയിട്ട്. അങ്ങനെ അതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതിനായിട്ട് ടൊമാറ്റോ, ഓണിയൻ ഇതൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ ഇന്നാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് മഴയില്ലെങ്കിലും ഒരു മഴക്കാറുണ്ട്. പക്ഷേ ഇന്നെന്തോ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോകാൻ നല്ല ഇൻട്രസ്റ്റും ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിന് ശേഷം എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്ത് പോകാമെന്ന് വെച്ചാൽ ഇറാഷിൻ്റെ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഹെയർ കട്ട് ചെയ്യാണ്ട് കുറച്ച് ദിവസമല്ല, കുറച്ചധികം ദിവസമായി. ആൾക്ക് ഹെയർ കട്ട് ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. മുമ്പൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ പോയാൽ നല്ല കരച്ചിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പോയപ്പോഴും കരച്ചിലില്ലായിരുന്നു. മാഷാ അല്ലാ, ഇത്തവണ കരഞ്ഞിട്ടൊന്നുമില്ല. ഇവന് നല്ലോണം ഹെയർ വളർന്നിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ ഫുൾ ഹെയർ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലാണെങ്കിലും നല്ല ഹെയർ ആയിട്ട് കണ്ണിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ഓടായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. കാരണം ഫുൾ ഹെയർ വന്നിട്ട് ചെവിയൊക്കെ മൂടിക്കിടക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഹെയറൊക്കെ കട്ട് ചെയ്യാണ്. ആളിന്ന് നല്ല ആക്റ്റീവാണ് കേട്ടോ. ആൾക്ക് ടോയ്സൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് ഈ ഹെയർ കട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ചിരിയൊക്കെ ആയിരുന്നു. ഹായൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലുക്കാണ്. ആളുടെ ഹെയർ പോയപ്പോൾ എന്തോ തലയിലുള്ള ഭാരം ഇറങ്ങിയ പോലെ അത്രയ്ക്ക് ഹെയർ ആയിരുന്നു. മാഷാ അല്ലാ, ഇതിപ്പോൾ കട്ടൊക്കെ ചെയ്തു. എന്നിട്ട് വീട്ടിൽ വന്നെത്തുമ്പോഴേക്കും ഒരു പാർസലും കൂടി ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, കോസ്മെറ്റിക്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു വന്നിരുന്നത്. സോ അത് ഞാൻ അൺബോക്സ് ചെയ്യാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇട്ട് വെച്ചു. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. മിഡിലായിട്ട് ഒരു ചെറിയ ഒരു സിപ്പൊക്കെ ആയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ ഐലൈനർ അതൊക്കെ ഇട്ട് വെക്കാം. ഇത് ഒരേ സ്ഥലത്തിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ എവിടേക്കെങ്കിലും പോകുമ്പോൾ തരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും നല്ല അടിപൊളിയാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി റേഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നതാണ്. വരുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമുക്കാണ് കേട്ടോ വാങ്ങി കാറിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങി. ഈ തേൻ മിഠായി ഇതൊക്കെ വാങ്ങി. ഇതൊക്കെ പണ്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ കഴിച്ച, ഇപ്പോൾ ഞാൻ കഴിക്കേണ്ട കുറേയായി. അതൊക്കെ വാങ്ങി. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ സ്വീറ്റിൻ്റെ പേരൊക്കെ എനിക്ക് പറയാനറിയില്ല. ഇതിപ്പം ഒരു മഗ്‌രിബിന് ശേഷമല്ലേ ഇറങ്ങിയത്, അതുകൊണ്ട് എത്തുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ സ്റ്റേ ഒന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.